മുഖ്യമന്ത്രിക്കെതിരെയും കേരള സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ന് കണ്ണൂരിൽ വെച്ച മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തി. ആ വിമർശനം കുറച്ച് ബലത്തിലായിരുന്നു. കേരളത്തിലെ തെരുവോരങ്ങളിലിട്ട് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നു എന്ന തരത്തിലേക്കായിരുന്നു വി.ഡി. സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. നവകേരള സദസ്സ് ഒട്ടിഞ്ഞോട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വിവിധ ഇടങ്ങളിലിട്ട് തല്ലി തകർക്കുന്നു. മറ്റേതൊക്കെയോ വിഷയങ്ങൾ മറയ്ക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ വീട് വളഞ്ഞ് ഒരു കുറ്റവാളിയെ പോലെ പിടിച്ചുകൊണ്ടു പോകുന്നു. അത്തരത്തിൽ എന്ത് ചെയ്താലും മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്നും മുഖ്യമന്ത്രി ഒരു രക്തദാഹിയാണെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബമടക്കം എല്ലാവരും അഴിമതിക്കാരാണെന്നും അടിവരയിട്ട് കൃത്യമായി പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ തൊട്ട് കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിലും മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ശക്തി പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമുയർന്നു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെ അടക്കമുള്ളവരെ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കുകയും ഉടുമുണ്ടുരിഞ്ഞു മാറ്റുകയും ഒക്കെ ചെയ്തത് വളരെ ക്രൂരമായ രീതിയിൽ അവരെ ആക്രമിക്കുകയായിരുന്നു പോലീസ്. ഇതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒത്താശയുണ്ട് എന്ന തരത്തിലേക്ക് അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്: യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. കേരളത്തിൽ ഇത്രയും ക്രൂരനായ, മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന, അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ സമരം ചെയ്യുന്നവരെല്ലാം അടിച്ചമർത്തപ്പെടേണ്ടവരാണ്. ഒരു പ്രതിഷേധവും എതിരായി ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ. സംസ്ഥാന വ്യാപകമായി പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ, സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ്. ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ 20ഓളം പോലീസുകാർ വളഞ്ഞു വെച്ചാണ് മർദ്ദിച്ചത്. ചോര തലയിൽ നിന്ന് ഒഴുകുമ്പോഴും പോലീസുകാർ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 20ഓളം പേർ. ഇന്നലെ പെൺകുട്ടികളെ തലക്കടിച്ചത് അവിടുത്തെ പുരുഷ പോലീസുകാരായിരുന്നു. പെൺകുട്ടികളോടും ക്രൂരമായിട്ടാണ് പെരുമാറിയത്. നേരത്തെ തിരുവനന്തപുരത്ത് സമരം നടന്നപ്പോൾ മഹിജ എന്ന പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലമാണ് ലാത്തി വെച്ച് അടിച്ചു തകർത്തത്. വേറൊരു പെൺകുട്ടിയുടെ കണ്ണിലാണ് പോലീസ് ലാത്തി വെച്ച് അടിച്ചത്. മറ്റൊരു പെൺകുട്ടി വീണ് കിടന്നപ്പോൾ അവരുടെ മുടിയിൽ ചവിട്ടിയാണ് നിന്നത്. കണ്ണൂരിലും പെൺകുട്ടികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം, കൈ തല്ലി ഒടിച്ചത് ഉൾപ്പെടെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായി. ഇന്നലെ വളരെ ഗുരുതരമായി ആണ് പെൺകുട്ടികൾക്കടക്കം ആലപ്പുഴയിലെ ലാത്തി ചാർജിൽ പരിക്കേറ്റത്. ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതിനെതിരായ അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഒരു കാലത്തും കാണാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരായി വീണ്ടും ഇന്ന് പുതിയ 3 കേസുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ധാരാളം നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് നേരെ കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ട് യുവജനങ്ങളെ വേട്ടയാടുകയാണ്. എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറുകയാണ്. അർദ്ധരാത്രിയിലും വെളുപ്പാങ്കാലത്തും വീടിനകത്തേക്ക് പോലീസ് ഇരച്ചു കയറുകയാണ്. ഈ സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സമീപനത്തിന് മാറ്റം ഉണ്ടാകേണ്ടി വരും. ഇതുകൊണ്ട് ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം, നിങ്ങൾ ഈ കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും. അത് അതിന്റെ 100 ഇരട്ടി ശക്തിയായി, നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ 100 ഇരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും. നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വിഷയം മാറ്റാൻ കഴിയില്ല. നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും.
നിങ്ങളെ കേരളത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പൊയ്മുഖം അനാവരണം ചെയ്ത് നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അതിനുള്ള പരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. സർക്കാരിന്റെ മുമ്പിൽ ഒരു കാര്യത്തിലും ഞങ്ങൾ മുട്ടുമുടക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരപരിപാടികളും ഇതിനേക്കാൾ ശക്തിയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. കരുവന്നൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ആ അഴിമതിയിൽ ഒന്നാം പ്രതി CPM ആണ്. ഒന്നാം പ്രതി CPM നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത്. അവർ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. തെറ്റായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകി എന്ന് മൊഴി കിട്ടിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മൊഴി കിട്ടിയിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. 500 കോടി രൂപയുടെ അഴിമതി പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചതില്ലേ ഒന്നാം പ്രതി CPM ആണ്. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ പ്രതികളാണ്. അവര് പാർട്ടി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായ P രാജീവ്, അദ്ദേഹത്തിന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ വലിയ പങ്കുണ്ട്. CPM ആണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. CPMന്റെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് അവിടെ പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. P രാജീവ് കടുത്ത രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അവിടെ നിന്ന് പല തട്ടിപ്പുകളും നടത്തുന്നതിന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം കൂടി അത്തരത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു CPMനും P രാജീവിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ രൂക്ഷമായ വിമർശനം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം നടത്തിയത്.